അപകടത്തിൽപ്പെട്ട ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ നേരെ കടത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ എയർവേ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് CPRൽ ആദ്യമായി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ എയർവേ ക്ലിയർ ചെയ്യാൻ ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലോത്തോ ഇങ്ങനെ ചുരുട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ താഴെ വെച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ എയർവേ ക്ലിയർ ആയി നമുക്ക് ബോധ്യപ്പെടും. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അപകടത്തിൽപ്പെട്ട ഒരാളുടെ മൂക്കും വായയും മൂടുന്ന തരത്തിൽ ഒരു ടവലോ അതല്ലെങ്കിൽ ഒരു ക്ലോത്തോ ഇടുക എന്നുള്ളതാണ്. അത് നിർബന്ധമില്ല. ഇപ്പോൾ രോഗങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാലമായതുകൊണ്ടാണ് ഈ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇങ്ങനെ ടവൽ ഇടാൻ പറഞ്ഞത്. ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മൂക്ക് അമർത്തി പിടിക്കുക, വായ നന്നായി തുറക്കുക. ഇങ്ങനെയാണ് ടവൽ ഇടേണ്ടത്. ടവൽ ഇട്ടതിന് ശേഷം മൂക്ക് നന്നായി പൊത്തിപ്പിടിക്കുക, എന്നിട്ട് വായ നന്നായി തുറക്കുക. മൂക്ക് പൊത്തിപ്പിടിച്ചതിന് ശേഷം വായ നന്നായി തുറന്ന് മൗത്ത് ടു മൗത്ത്, ക്ലോസ് ടു ക്ലോസ്, ചുണ്ടും ചുണ്ടും തമ്മിൽ ജോയിന്റ് ചെയ്ത് അതിശക്തമായി ഊതുക. അപ്പോൾ അദ്ദേഹത്തിന്റെ വയറ് എയർ നിറയും. ഈ എയർ നിറഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുന്നത്. അദ്ദേഹത്തിന് വയറ് നിറയെ വായു വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തിന്റെ തൊട്ടുമുകളിൽ അഥവാ വാരിയലിന്റെ മുകളിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ നിന്ന് 2 വിരൽ മുകളിലാണ് ഹൃദയം നിൽക്കുന്നത്. ഹൃദയത്തിന്റെ മുകളിൽ നമ്മുടെ പവർഫുള്ളായ കൈ ഏതാണോ നമ്മുടെ പവർഫുള്ളായ കൈയുടെ ഉള്ളം കൈയുടെ ഈ ഭാഗമാണ് ഹൃദയത്തിന്റെ മുകളിൽ വെക്കേണ്ടത്. ഇങ്ങനെ ഹൃദയത്തിന്റെ മുകളിൽ വെച്ചതിന് ശേഷം രണ്ടാമത്തെ കൈ അതിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൈ മുട്ട് 2 ഇഞ്ച് അഥവാ മിനിമം 5 സെന്റിമീറ്റർ താഴ്ന്ന രീതിയിൽ അതിനെ 1 മിനിറ്റിൽ 60 പ്രാവശ്യം താഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും കൈയിന്റെ മുട്ടുകൾ ഷോക്ക് ആബ്സോർബർ പ്രവർത്തിക്കുന്നത് പോലെ കൈയിന്റെ മുട്ടുകൾ ഇങ്ങനെ ആക്ഷൻ ആവാതെ കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്റർ എങ്കിലും താഴേക്ക് താവുന്ന രീതിയിൽ പ്രസ് ചെയ്യണം. 1 മിനിറ്റിൽ 60 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പ്രസ് ചെയ്യണം ആണ് ഇതിന്റെ രണ്ടാമത്തെ പ്രൊസീജിയർ. ആ സമയത്ത് 20 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ മൂക്ക് പൊത്തിപ്പിടിച്ച് വായിലൂടെ അതിശക്തമായ രീതിയിൽ ഊതുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണി 20 എത്തുമ്പോൾ വീണ്ടും ഈ പ്രൊസീജിയർ തുടർന്നുകൊണ്ടിരിക്കുന്നു. 2-1 ആകുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കണം. അതിലൊന്ന് അദ്ദേഹം സ്വന്തമായി ശ്വസിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പണി വേറൊരാൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സഹായിക്കാൻ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവുക എന്നുള്ള ഈ 2 പ്രക്രിയ കഴിയുന്നത് വരെ ഈ പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സാധാരണ നമ്മൾ CPRൽ ചെയ്യുന്ന പ്രാഥമികമായ വിവരം.